ശ്രീ റഫീഖ്, ഈ വയനാട്ടിലെ കോൺഗ്രസ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിൻ്റെ ബാധ്യത, അല്ലെങ്കിൽ ആ നേരത്തെ റഫീഖ് പറഞ്ഞ പോലെ തന്നെ ആളക്കൊല്ലി പാർട്ടിയായി വയനാട്ടിലെ കോൺഗ്രസ് മാറുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ജോസ് നെല്ലിടത്തിൻ്റെ ആത്മകത്ത് കൂടി വരുമ്പോൾ എന്താണ് ഈ വയനാട് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതൊരു മാഫിയ ടീമായി മാറുകയാണോ? ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ ഇവർക്ക് എതിരായി നിൽക്കുന്നവരൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് അഭയം തേടേണ്ട സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നു കോൺഗ്രസിലെ വയനാട് കോൺഗ്രസിനെ കുറിച്ച്? അതെ, വയനാട്ടിലെ കോൺഗ്രസിന്റെ സമീപകാലത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു എന്നത് നമ്മുടെ മുമ്പിലുള്ള ഓരോ അനുഭവമാണ്. ഇവിടെ ഇപ്പോ ഒരു വാർഡ് മെമ്പർ കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കപ്പുറമാണ് NM വിജയൻ, 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച കോൺഗ്രസിന്റെ DCCയുടെ ട്രഷററായിരുന്ന NM വിജയൻ അദ്ദേഹത്തിന്റെ മകനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ ഇരയായിട്ടാണ് അന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ഭാഗത്ത് പണത്തിന് വേണ്ടിയുള്ള താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം നടത്തുന്ന വിഷയങ്ങളിൽപ്പെട്ട് പ്രവർത്തകർക്ക്, കോൺഗ്രസിന്റെ അണികൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരിക. മറുഭാഗത്ത് അധികാരം പിടിച്ചെടുക്കാനുള്ള ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, നേതാക്കന്മാരുടെ അധികാര താല്പര്യത്തിന് വേണ്ടിയുള്ള ഇടപെടലിന്റെ ഇരയായി ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്ന അത്യന്തം ഗൗരവതരമായ സ്ഥിതിയാണ് വയനാട്ടിലുള്ളത്. ഇത് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവമായി മാത്രമല്ല വരുന്നത്. നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ തുടരുകയാണ്. PV ജോൺ എന്ന് പറയുന്നത് വയനാട്ടിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു. മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കൂടെ നേതൃത്വം കൊടുത്ത് നിർമ്മിച്ച ഒരു ഓഫീസിൽ കെട്ടിത്തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം അങ്ങനെ മരിക്കേണ്ടി വന്നത് അന്നത്തെ ഇവരുടെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിട്ടാണ്. രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരു കർഷകൻ, അദ്ദേഹം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനും ഇതുപോലെ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം 75,000 രൂപ ലോൺ എടുത്തപ്പോൾ അതിന്റെ മുൻഭാഗത്ത് ബാക്കി തുക എഴുതി ചേർത്ത് വലിയ രൂപത്തിലുള്ള പണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരുടെ വായ്പാ തട്ടിപ്പിന്റെ ഇരയായിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ കേസിൽ മാസങ്ങളോളമാണ് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന KK അബ്രഹാം ജയിലിൽ കിടക്കേണ്ടി വന്നത്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCCയുടെ മുൻ അധ്യക്ഷനും MLA-യുമായ IC ബാലകൃഷ്ണനാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി DCCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ND അപ്പച്ചനാണ്. അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി പണം എങ്ങനെയും കണ്ടെത്തുക. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ, തങ്കച്ചൻ എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ 2ാം വാർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ ജയിലിലടക്കപ്പെട്ടു. 17 ദിവസമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. പോലീസ് അതിന്റെ കൃത്യമായ അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ജയിൽ മോചിതനാക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, DCCയുടെ സെക്രട്ടറി PD സജി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ ഈ സാധനം കൊണ്ടുവെക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ മാരകമായ സ്ഫോടക വസ്തുക്കളെ കൊണ്ടുവച്ചുകൊണ്ട് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കുകയാണ്. ഇത് പറയുന്നത് CPIM അല്ല, ഇത് പറയുന്നത് കോൺഗ്രസിന്റെ 2ാം വാർഡ് പ്രസിഡന്റായിട്ടുള്ള സജീവ പ്രവർത്തകനായിട്ടുള്ള തങ്കച്ചനാണ്. അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ജയിൽ മോചിതനായി, അദ്ദേഹം വസ്തുതകൾ പുറത്തു പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിൽക്കുന്ന അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇപ്പോ ജോസ് നെല്ലിടം എന്ന് പറയുന്ന വാർഡ് മെമ്പർ, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ, ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പം അതിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം മരണത്തിന് കാരണമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ തലയിലേക്ക് തങ്കച്ചന്റെ എതിരായി കള്ളക്കേസ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നേതാക്കന്മാർ അദ്ദേഹത്തെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ ഈ പരാമർശങ്ങൾ ഇപ്പം തങ്കച്ചന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം മാത്രം പ്രതി ചേർക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ മാത്രം നിയമത്തിന് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ട് തടിയൂരാൻ നേതാക്കന്മാർ ശ്രമിക്കുന്ന വിഷയം കൂടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വസ്തുതകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ സമ്പത്തിന് വേണ്ടിയുള്ള ഇടപെടലിന്റെ ഒക്കെ ഭാഗമായി അണികളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്, മരണത്തിലേക്ക് തള്ളിവിടുകയാണ്. അപ്പൊ അണികളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടായാലും തങ്ങളുടെ അധികാര താല്പര്യവും തങ്ങളുടെ പണം കൂടുതൽ സമ്പാദിക്കുകയും ചെയ്യുക എന്ന നിലയിലേക്കുള്ള ഒരു ക്രിമിനൽ കൂട്ടുകെട്ടായി, ക്രിമിനൽ സംഘമായി വയനാട് ജില്ലയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇന്നിവിടെ വയനാട് ജില്ലയിൽ പ്രിയങ്ക ഗാന്ധി വിരുന്നിനെത്തിയിട്ടുണ്ട് കുറെ കാലത്തിന് ശേഷം. അവർ അതിന് പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ നോക്കണം, NM വിജയൻ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചിട്ട്
അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയങ്ങൾ വന്നപ്പോ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പല നേതാക്കന്മാരും അവസാനം ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് അവർ എത്തിയത്. വിഷയം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ്. അന്ന് അവർ കൊടുത്തൊരു വാഗ്ദാനമുണ്ട്, ആ കുടുംബത്തിന്റെ കടമെല്ലാം വീട്ടുമെന്ന്. എന്താണ് അവർ ചെയ്തത് പറയണ്ടേ? ഇവിടെ സമൂഹം തന്നെ അങ്ങേയറ്റം വെറുക്കുന്ന നിലയിലേക്ക് മാറിയ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, പാലക്കാട് MLA സംരക്ഷിക്കാൻ വേണ്ടി എത്ര പണവും വാരിയെറിയുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരണത്തിന് വേണ്ടി. എന്നാൽ NM വിജയന്റെ കുടുംബത്തിന് പണം കൊടുക്കാനോ അവർക്ക് ആവശ്യമായത് ചെയ്യാനോ അവരെ സംരക്ഷിക്കാനോ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പം പ്രിയങ്ക ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ ഉള്ള ഘട്ടത്തിലെങ്കിലും പ്രതികരിക്കണം. ജില്ലയിലെ കോൺഗ്രസിന്റെ ഇത്തരം പ്രവർത്തനത്തിന്റെ മാഫിയ ക്രിമിനൽ സംഘമായി മാറിയിട്ടുള്ള ഈ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോ ഒരുപാട് പേരെ മരണത്തിലേക്ക് തള്ളിവിടുന്നു, കുറെ പേരെ കള്ളക്കേസ് കൊടുക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ ബാധ്യതയുണ്ട്. തീർച്ചയായും ഇത് ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, നാടിന്റെ നന്നായി മുന്നോട്ട് പോകുന്നതിനും തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഇത് കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പ്രശ്നം എന്ന നിലയിൽ മാത്രമല്ല, വലിയ രൂപത്തിലുള്ള അരാജകത്വം ഉണ്ടാകുന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ ഈ വിഷയം പോവുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റക്കാരെയെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം. ശ്രീ റഫീഖ്, മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ വയനാട്ടിൽ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായത് IC ബാലകൃഷ്ണനും ND അപ്പച്ചനുമാണ്. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് KPCC നേതൃത്വം എടുത്തത്. ഇപ്പോൾ ഈ 17 ദിവസം തങ്കച്ചൻ അകത്ത് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയും തങ്കച്ചനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ ജോസ് നെല്ലിടത്തെ പോലെയുള്ള സാധാരണ പ്രവർത്തകർ ഒരു പതിറ്റാണ്ട് മുഴുവൻ ചോരയും നീരും കൊടുത്ത് പ്രസ്ഥാനത്തിനൊപ്പം നിന്നവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാറുന്നു. അതുതന്നെയാണ് ഏറ്റവും ഒടുവിലായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാകണം ഒരുപക്ഷെ താങ്കൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം, പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കാത്തതെന്ന്. പ്രിയങ്ക ഗാന്ധി മാത്രമല്ല, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ തട്ടിപ്പുകാരെ മാത്രം സംരക്ഷിക്കുകയും ഒരു മനുഷ്യായുസ് മുഴുവൻ ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്, സാധാരണ പ്രവർത്തകർ ചിന്തിക്കേണ്ട സാഹചര്യം, ഈ പാർട്ടിയെ ഇനിയും ഇങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ടോ എന്ന്. അതെ, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങൾ നോക്കണം, നമ്മളൊരു വാർഡ് കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ആ വീട്ടിൽ മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവെക്കുക, അതുപോലെ തന്നെ മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവെക്കുക, എന്നിട്ട് പോലീസ് ഇൻഫർമേഷൻ കൊടുക്കുക, തെളിവുകൾ ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇയാൾക്കെതിരായി സൃഷ്ടിക്കുക. നിങ്ങൾ നോക്കൂ, എത്രമാത്രം ഭീകരമായ സംഭവമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോ NM വിജയന്റെ മരണമുണ്ടായി. കോൺഗ്രസ് നേതൃത്വം ഏത് നിലയിലാണ് പ്രതികരിക്കുന്നത് നമുക്ക് NM വിജയന്റെ മരണത്തോടെ കൂടുതൽ വ്യക്തമായതാണ്. അദ്ദേഹം ഈ ഒരു 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം അവസാനം KPCCയെ സമീപിക്കുന്നു. പണം തിരികെ നൽകി ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയുള്ള ഇടപെടൽ വേണം. IC ബാലകൃഷ്ണന്റെ കയ്യിലാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ അഴിമതി പണം ഉള്ളത്, അത് തിരിച്ചു വാങ്ങി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിരവധി തവണ KPCC നേതൃത്വം സമീപിച്ചിട്ടും KPCC ഇടപെടാത്ത ഘട്ടത്തിലാണല്ലോ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ കത്തിൽ അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആ ഘട്ടത്തിൽ പോലും അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെ മോശമായിട്ടാണല്ലോ ആ കുടുംബത്തോട് ഉൾപ്പെടെ പ്രതികരിച്ചത്. ആ കുടുംബം ആ ഘട്ടത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ KPCC അധ്യക്ഷനെ കാണാൻ പോയപ്പോ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയപ്പോ ഞങ്ങളെ ആട്ടി ഓടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആ കുടുംബം തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോ ഈ സജീവമായി പതിറ്റാണ്ടുകളാലും കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയല്ല ഇവർക്ക് പ്രധാനം. അതിനപ്പുറത്തേക്ക് നേതൃത്വത്തിന്റെ സാമ്പത്തിക താല്പര്യവും അധികാര താല്പര്യവും മാത്രമാണ്. ഈ കാര്യത്തിലും അത് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് അത് തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് നേതൃത്വം ഈ കൊള്ള സംഘം പോലെ ആയി മാറിയിരിക്കുന്നു. അങ്ങേയറ്റത് ക്രിമിനൽ സംഘമായി. ഇതിലിപ്പം എല്ലാ കേസിലുമുള്ള പ്രതികൾ നിങ്ങൾ നോക്കൂ. നേരത്തെ PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജില്ലയിലെ സമ്മേളന നേതാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണം അന്നത്തെ DCC പ്രസിഡന്റും ഇപ്പൊ കോൺഗ്രസിന്റെ സമ്മേളന നേതാവായ KL പൗലോസിനെതിരെയാണ്. പുൽപ്പള്ളിയിൽ ഉണ്ടായിട്ടൊരു സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജയിലിൽ കിടന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി KK എബ്രഹാമാണ്. ഇവിടെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതുപോലെ തന്നെ അതിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലുമെല്ലാം ഒന്നാം പ്രതി IC ബാലകൃഷ്ണനും രണ്ടാം പ്രതി DCCയുടെ അധ്യക്ഷനായിട്ടുള്ള ND അപ്പച്ചനുമാണ്. ഈ തങ്കച്ചൻ ജയിലടക്കപ്പെട്ട വിഷയത്തിൽ തങ്കച്ചൻ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്, അദ്ദേഹം തന്നെ പരസ്യമായി പ്രതികരിച്ചത് DCCയുടെ പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചന് നേരെയും
അതുപോലെ തന്നെ DCCയുടെ സെക്രട്ടറിയായി PD സജിക്ക് നേരെയുമാണ്. ഇപ്പോ ഈ നിലയിൽ കോൺഗ്രസിന്റെ പ്രായം കുറെയുള്ള ഒരാളാണ്, മുതിർന്ന ഒരാളാണ് ഈ നമ്മുടെ ND അപ്പച്ചൻ. അദ്ദേഹത്തെ IC ബാലകൃഷ്ണൻ തെറി വിളിക്കുന്ന ഓഡിയോ സന്ദേശം കുറച്ച് മാസങ്ങൾക്കപ്പുറമാണ് എല്ലായിടത്തും വന്നത്. അപ്പം ഇവർക്ക് ധാർമ്മികതയോ അല്ലെങ്കിൽ ആ നിലയിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോ ഒന്നുമില്ല. പകരം പണം പരമാവധി ഉണ്ടാക്കുക, അതിനുവേണ്ടി അധികാരം പിടിക്കുക, അതിനുവേണ്ടി ഗ്രൂപ്പ് പോര് നടത്തുക. ഇപ്പൊ തങ്കച്ചൻ പറഞ്ഞല്ലോ, തന്നെ ജയിലിലടച്ചത് അവിടെ കോറി മുതലാളിമാരെന്നും പണം വാങ്ങിയത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് അദ്ദേഹം പറയുന്നു. അപ്പൊ പണത്തിന് വേണ്ടി അധികാരം പിടിക്കുക, അതിന് ആര് മരിച്ചാലും കുഴപ്പമില്ല, ഏത് നിലയിലുള്ള തെറ്റായ സമീപനം സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന നിലയിലേക്ക് ജില്ലയിലെ കോൺഗ്രസ് മാറുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് അതിന് എല്ലാവിധ പിന്തുണ നൽകുകയാണ്. ഞാൻ അതാണല്ലോ സൂചിപ്പിച്ചത്. NM വിജയന്റെ കുടുംബത്തിലെ സഹായിക്കാൻ പണമില്ലാത്ത ഇതേ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമാണല്ലോ ഇവിടെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ നെറികേടുകൾ അങ്ങേയറ്റം ചെയ്തിട്ടും അയാളെ സംരക്ഷിക്കാൻ വേണ്ടി പണം വാരി വിതറിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത്. അതുകൊണ്ട് ഇവരുടെ താല്പര്യം ആരോടാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാവുന്നതാണ്. കേരളീയ സമൂഹത്തിന് ബോധ്യമുണ്ട്. ഇത്തരം നെറികേടുകളെയും തെറ്റുകളെയും സംരക്ഷിക്കുക എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കുറെ കാലത്തിന് ശേഷം വയനാട്ടിന്റെ തിരിച്ചെത്തിയിട്ടുള്ള MP കൂടിയായിട്ടുള്ള പ്രിയങ്ക വാദ്ര ഈ വിഷയത്തിൽ നിലപാട് പറയാൻ വേണ്ടി തയ്യാറാകണം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ K. റഫീഖ് ഈവനിംഗ് ഡിബേറ്റിൽ ഇപ്പോൾ പ്രതികരിച്ചതിന്.